മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൊന്നും മീറയും കുന്തിരിക്കവുമായി ഉണ്ണീശോയെ ആരാധിക്കാൻ വന്ന രാജാക്കന്മാരെ പോലെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാനായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, അഡ്വൻറ്റ് സീസണിലെ ഈ മൂന്നാമത്തെ ആഴ്ചയിൽ നാം തെളിയിക്കുന്നത് ജോയ് അഥവാ ആനന്ദത്തിൻ്റെ തിരിയാണ്. ഉണ്ണീശോയുടെ ഒരിക്കലും അവസാനിക്കാത്ത ഈ ആനന്ദം നിങ്ങളുടെ ഏവരുടെയും ഹൃദയത്തിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുളിരുന്ന മഞ്ഞിലും കാലിത്തൊഴുത്തിൻ്റെ മലിനതയിലും നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച ആ ഹൃദയത്തിൽ നിന്നുള്ള ചൂടല്ലേ ആ രാത്രിയിൽ ഉണ്ണി ഈശോയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്കു കാരണം. രാജകൊട്ടാരങ്ങളും മണിമാളികകളും ആഗ്രഹിക്കാതെ തച്ചൻ്റെ മകനായി ജനിച്ച് വെറും 33 വയസ്സിനുള്ളിൽ ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാവുന്നതിലത്രയും വേദനകളും തിരസ്കരണങ്ങളും ഏറ്റുവാങ്ങിയ അവിടത്തേക്കറിയാം നിന്റെ നീറുന്ന മനസ്സിൻ്റെ ഓരോ വേദനകളും. ആ വേദനയുടെ നടുവിലും ഉണ്ണി ഈശോ വന്നു ജനിക്കുമ്പോൾ നീ നിത്യമായ ആനന്ദം കണ്ടെത്തുന്നു. ഈ ദിവികാരുണ്യ ആരാധനയോടൊപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അവരുടെ ഹൃദയങ്ങളിലും അവർ ശുശ്രൂഷിക്കുന്ന രോഗികളുടെ ഹൃദയങ്ങളിലും യേശുവിൻ്റെ നിത്യമായ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് പുൽത്തൊട്ടിലിൽ പിറന്ന ദൈവകുമാരനെ നമുക്കും ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉണ്ണീശോയുടെ
തിരുപ്പിറവി ആഘോഷിക്കുന്നതോടൊപ്പം ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന അതേ ഈശോ ഇതാ ഇപ്പോൾ ഇവിടെ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും അവിടുന്ന് ഒരുവൻ തന്നെയാണ്. ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടുത്തോടൊപ്പമായിരിക്കുവാൻ നമ്മെ അനുവദിച്ച ദൈവം, അവിടുത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് കൃപ തന്ന ദൈവം, നമുക്കവിടുത്തെ നന്ദി പറഞ്ഞു സ്തുതിക്കാം. ഈ നിമിഷം വരെ അവിടുന്ന് നമ്മെ നടത്തിയ വഴികൾ എത്രയോ ശ്രേഷ്ഠം. നാം കാലിടറി വീണപ്പോൾ വീഴാതെ നമ്മെ കാത്ത ദൈവം. നിമിഷം നമുക്ക് ഈ ലോകത്തിലെ 2 കോടി നേഴ്സുമാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇപ്പോൾ ടിവിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സകല മക്കളോടും ചേർന്ന് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്കവിടുത്തെ മനമുയർത്തി സ്വരമുയർത്തി നമ്മുടെ കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ, പിതാവേ ആരാധന. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഈശോയെ, ഞങ്ങൾ നേഴ്സുമാര് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങൾ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ അങ്ങ് ദാനമായി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ജോലി, സമ്പത്ത്, നേട്ടങ്ങൾ, കഴിവുകൾ എല്ലാം യേശുവേ ഒരു കാണിക്കയായി അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. 10,000 മടങ്ങ് സൂര്യപ്രഭയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോയെ, ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ വച്ചു തരുന്നു. ഈശോയെ, ഞങ്ങളുടെ കഠിനമായ ഹൃദയങ്ങളെ അങ്ങയുടെ മൃദുലമായ ചൂടാൽ വിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ മൃദുലമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷാ മേഖലകളിൽ ഞങ്ങൾ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഈശോയെ, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് മനമുയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കാലികളുടെ ഇടയിൽ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും രൂക്ഷഗന്ധം ശ്വസിച്ചുകൊണ്ട് മരം കോച്ചുന്ന തണുപ്പിൽ പുതയ്ക്കാൻ ഒന്നുമില്ലാതെ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഞങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുന്നു. പരിശുദ്ധാത്മാവാൽ തൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട
സാക്ഷാൽ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടയവനായ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് ഇടമായി കൊടുത്തത് രാജകൊട്ടാരമോ മണിമാളികകളോ അല്ലല്ലോ, വെറും ഒരു കാലിത്തൊഴുത്തല്ലേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിൻ നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലപ്പുറമായ സഹനങ്ങൾ, തിരസ്കരണങ്ങൾ, അവഗണനകൾ മനുഷ്യാവതാരം മുതൽ കുരിശുമരണം വരെ ഏറ്റെടുത്ത ദിവ്യനാഥന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ലോകരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, സ്വന്തമായി എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും നുറുങ്ങുന്ന ഹൃദയവുമായി ജീവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാത്ത നിമിഷങ്ങളിൽ, തെറ്റിദ്ധാരണകളാൽ നാം വലയം ചെയ്യപ്പെടുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് നാം ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് അകാരണമായ പരിഹാസങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, ശാരീരിക മാനസിക രോഗപീഠകളാൽ നാം വേദനിക്കുമ്പോൾ, ഇങ്ങനെയുള്ള കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിൽ നാം മനസ്സ് മരവിച്ച് തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ, നിത്യമായ സ്നേഹത്താൽ ഒരു വ്യവസ്ഥയുമില്ലാതെ ഞങ്ങളെ മാറോടണയ്ക്കുന്ന സ്നേഹമേ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ആത്മസുഹൃത്തുക്കൾ ഓടി മാറുമ്പോഴും ഞങ്ങളുടെ ചാരയിൽ നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ, ഞങ്ങൾ പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകലുമ്പോഴും, മകനെ മകളെ നീ എൻ്റേതാണ്, എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞ് ഞങ്ങളെ വാരിപ്പുണരുന്ന സ്നേഹമേ, ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഈ ലോകത്തിലെ 2 കോടി നേഴ്സുമാരോടൊപ്പം ഇപ്പോൾ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് അങ്ങേ ആരാധിക്കുന്ന സകല വ്യക്തികളോടുമൊപ്പം, സ്വർഗത്തിലെ സകല മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് കർത്താവ് ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. 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 ഒരു സ്നേഹമേ, മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ, ചാരയണഞ്ഞിടുന്നു നിന്റെ പാദം വണങ്ങിടുന്നു. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ദിവ്യകാരുണ്യനാഥ, ഈ ലോകത്തിലെ ഓരോ നേഴ്സും തങ്ങളുടെ ജോലി ഒരു ദൈവവിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് തങ്ങളുടെ രോഗികളെ ശുശ്രൂഷിക്കുവാൻ, രോഗികൾ ഞങ്ങളിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ അങ്ങയെ കാണുവാൻ, അവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ, അങ്ങനെ എളിമയുടെ നിറദീപങ്ങളാകുവാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളുടെ സഹനങ്ങളെ രക്ഷാകരമാക്കുവാൻ
നന്മ നിറഞ്ഞ മനസ്സിനുടമകളാകുവാൻ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകകളാകുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. വരുവിൻ, നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. കൃതജ്ഞതാ സ്വസ്ഥത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ 2017 ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നഴ്സസ് മിനിസ്ട്രിയിലൂടെ അനേകം രോഗികളിൽ അങ്ങയെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നൽകിയ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടുമേ എൻ്റെ കർത്താവിൻ സന്നിധിയിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടുമേ എൻ്റെ കർത്താവിൻ സന്നിധിയിൽ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന്. സ്നേഹം നിറഞ്ഞ എൻ്റെ നല്ല ഈശോയെ, ഓരോ നേഴ്സും തങ്ങളുടെ വിളിക്ക് അനുസൃതമായി തങ്ങൾ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന ബോധ്യത്തിൽ തങ്ങളുടെ നോട്ടവും വിചാരങ്ങളും പ്രവൃത്തികളും വാക്കുകളും ക്രമപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലോകമെമ്പാടുമുള്ള 2 കോടിയിൽ പരം എല്ലാ നേഴ്സുമാരും അങ്ങ് വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെല്ലാവരും അങ്ങയോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വചനം ഇപ്രകാരം പറയുന്നു: അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ച് കെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. വീണ്ടും വചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സ്നേഹനിധിയായ ഈശോയെ, ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇന്ന് ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ദിവ്യകാരുണ്യനാഥ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ
വചനത്തിലൂടെ നമ്മളോട് ഇപ്രകാരം പറയുന്നു: എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയെന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. യേശുവേ നാഥ, ഈ നിമിഷം ലോകമെമ്പാടും വിവിധങ്ങളായ പ്രതിസന്ധികളാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ വേദനകളാൽ വിഷമിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നേശുനാഥ, ഓരോ മക്കളുടെയും വേദനകളും വിഷമതകളും ഞങ്ങളെക്കാൾ ഉപരിയായി അറിയുന്ന യേശുവേ, അങ്ങ് കൂടെ ഇരുന്നു കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട്, അവർക്ക് സാന്ത്വനമേകുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. യേശുവേ നാഥ, അങ്ങയുടെ കരുണാർദ്രമായ ഹൃദയത്തിൽ അങ്ങ് അവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു നാഥ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സർവശക്തനും മഹത്വപൂർണനും കാരുണ്യവാനുമായ ദൈവമേ, ഇന്നേ വരെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ച് നേഴ്സസ് ടൈംസിലൂടെ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇനി ചൊരിയുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ശാലോം ടിവിയിൽ നേഴ്സസിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ പദ്ധതിയിലൂടെ അങ്ങ് ഓരോ നേഴ്സിൻ്റെയും കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ശാന്തി കൊടുത്ത് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഈ സമയം ശാലോം ടിവിയെ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരെയും അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ലോകത്തിൻ്റെ പ്രകാശമായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ, ആ പുൽക്കൂട്ടിലെ ശാന്തിയും സമാധാനവും ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക്, ഈ ലോകത്തിലെ 2 കോടി നേഴ്സസിൻ്റെയും കുടുംബത്തിലേക്ക്, ഇപ്പോൾ ഈ സമയം ടി വിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ട് അങ്ങ് ആരാധിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ഹാപ്പി ക്രിസ്മസ്. 2000 വർഷങ്ങൾക്ക് മുമ്പും ജ്ഞാനികളും രാജാക്കന്മാരും ഏറെ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ഭൂജാതനായത് ആദ്യമറിഞ്ഞത് ഇടയന്മാരായിരുന്നു. ഇതുപോലെ നമ്മുടെ ജോലി മേഖലകളിൽ നാം പലപ്പോഴും നിസ്സഹായരും വേദനിക്കുന്നവരുമായി മാറുമ്പോൾ നമുക്കോർക്കാം ആ സദ്വാർത്ത. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വാർത്ഥ സ്നേഹത്താൽ നിറഞ്ഞ ഈ ലോകത്തിൽ നിസ്വാർത്ഥമായ ദൈവസ്നേഹത്താൽ ഓരോ നേഴ്സും നിറഞ്ഞു കഴിയുമ്പോൾ നമ്മെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിലും ഉണ്ണി ഈശോ ജനിക്കും. സ്വർഗീയമായ ആനന്ദത്താൽ അവരും നിറയും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. തൂമഞ്ഞു പെയ്യുന്ന രാവിൽ നെഞ്ചകം കുളിർക്കുമാ തണുപ്പിൽ മാലാഖവൃന്ദങ്ങൾ പാടി അത്യുന്നതങ്ങളിൽ സ്തോത്രം. മണ്ണിലും വെണ്ണിലും ആനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. മണ്ണിലും വെണ്ണിലും ആനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ലോകൈകനാഥനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ഉണ്ണിയെ കാണുവാനൊപ്പം ചേരാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ലോകൈകനാഥനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ഉണ്ണിയെ കാണുവാനൊപ്പം ചേരാം.